ടോറസ് ജൂലൈ മാസം ഡെഫിനറ്റ്ലി ഡിഫറെൻറ്റ് മന്താണ്. എന്താച്ചാ ഒരു എന്തോ ഒരു നിങ്ങളുടെ ലൈഫിൽ ഒരു ചാപ്റ്റർ ക്ലോസ് ഔട്ട് ആവണ മാതിരി ഒരു ഫീലിംഗ് ഉണ്ട്. നിങ്ങളുടെ കാർഡ്സ് ഷഫിൾ ചെയ്യുമ്പോഴന്നെ അങ്ങനത്തെ കാർഡ്സ് ആയിരുന്നു വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് മന്താണ്. എന്താച്ചാ നിങ്ങളെന്തോ പാസ്റ്റിൻ്റെ ചില ചാപ്റ്റേഴ്സ്, ചില സിറ്റുവേഷൻസ് അതിനെയൊക്കെ ക്ലോസ് ഔട്ട് ചെയ്യാൻ പോവാണ്. പക്ഷേ ഫ്യൂച്ചറിൽ എന്തോ ഒരു സ്പെഷ്യൽ പുതിയ തുടക്കമുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാൻ നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് പറയണേ ജൂലൈ മാസത്തിന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ടോറസ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജൂലൈ മാസം എങ്ങനെയായിരിക്കും എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ജൂലൈ മാസത്തിൻ്റെ കറണ്ട് എനർജിയാണ് ഡെത്ത്. അപ്പോൾ ഇത് ടോറസ് സൺ സൈൻ, മൂൺ, എസെൻഡൻറ്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്നത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. ആൻഡ് അതല്ലാണ്ട് പേഴ്സണലായിട്ട് കൺസൾട്ടേഷൻ വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി. മെസ്സേജ് ഇടുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എന്താ വെച്ചാൽ പേഴ്സണൽ കൺസൾട്ടേഷൻ പെയ്ഡ് സെഷൻസ് ആണ്. അപ്പോൾ ഡീറ്റെയിൽസ് എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ടോറസ്, നിങ്ങളുടെ ഓവറോൾ എനർജി ഈ മാസം ഡെത്ത് എനർജിയാണ്. ഇതൊരു വലിയ മാറ്റം, വലിയ ചേഞ്ചിൻ്റെ എനർജിയാണ് കാണുന്നത്. ഓക്കെ, ഇത് ഒരു മുമ്പത്തെ മാതിരി അല്ല ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് ഉണ്ടാവുക. എന്തോ ഒരു വലിയ മാറ്റം ഉണ്ടാവുന്നുണ്ട്, എന്തോ ഒരു വലിയ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ മാറ്റം, എന്താണ് ഈ ചേഞ്ച്? നിങ്ങൾ എന്തോ വിട്ടു പോവാണ്, ഏതോ ഒരു സിറ്റുവേഷന് വിട്ടു പോകണു. ഒരു റിലേഷൻഷിപ്പ്, ഒരു ജോലി. രണ്ട് കാർഡ്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ രണ്ടും എടുക്കാം. ഓക്കെ, എന്താ വെച്ചാൽ ഇവിടെ 10 ഓഫ് സോഡ്സും സ്റ്റാർ ഉണ്ട്. അപ്പോൾ എന്തോ നിങ്ങളുടെ ലൈഫിലൊരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. കുറേ ഒരു ബിട്രേഡായി നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതുണ്ടായിട്ടും നിങ്ങൾക്കൊരു ഹോപ്പുണ്ട്, അത് എല്ലാം ഫ്യൂച്ചറിൽ ശരിയാവും എന്ന്. പാസ്റ്റിൽ എന്താ ഉണ്ടായി വെച്ചാൽ ഞാനിവിടെ ഒരു ലവ് റിലേഷൻഷിപ്പാണ് കാണുന്നത്. കിങ് ഓഫ് കപ്സ്, ഒരു വാട്ടർ സൈൻ, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. ഈ പേഴ്സൻ്റെ കൂടെ ആയിരിക്കും നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടാവുക. ബട്ട് ഈ റിലേഷൻഷിപ്പിൽ കുറേ ബാഗേജ് ഉണ്ടായിരുന്നു, കുറേ ബേർഡൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ചിലവർക്ക് ലവ് തന്നെ ആവണം എന്നില്ല, ഏതും വേണമെച്ചാൽ റിലേഷൻഷിപ്പ് ആവാം. ബട്ട് അതിൽ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ കുറേ സഹിച്ചു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയായി. പാസ്റ്റിൽ നിങ്ങൾ പിടിച്ചിരുന്നു, ആ റിലേഷൻഷിപ്പിൽ വിടാണ്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു. എന്താ വെച്ചാൽ എവിടെയോ ഒരു പേടി ഉണ്ടായിരുന്നു, ഇത് ലെറ്റ് ഗോ ചെയ്താൽ ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു. പക്ഷേ ഈ മാസം ഇപ്പോൾ ഞാൻ കാണുന്നത് ഇതൊരു എൻഡ് ആവണു. ഈ റിലേഷൻഷിപ്പ് ഓർ ഈ സിറ്റുവേഷനിൽ ഒരു എൻഡ് വരണു. ഫ്യൂച്ചറിൽ എംപ്രസ് ആണ്. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങളുടെ എനർജി ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ എനർജിയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ മുമ്പോട്ടേക്ക് പോവാണ്. പക്ഷേ ചോയ്സസ് ഉണ്ട്, എന്താ വേണ്ടതെന്ന് അറിയണ്ടാവില്ല. കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് കുറേ പുതിയ തുടക്കം, ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ റിലേഷൻഷിപ്പ്, ഒരു പുതിയ ജോലി. അങ്ങനെ കുറേ ഒരു പുതുമ ഞാൻ കാണുന്നുണ്ട്. ഒരു പുതിയ എനർജീസ് കുറേ വരാനുള്ള എനർജി പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചർ നിങ്ങൾക്ക് ശരിക്കും ഒരു നല്ല പുതിയ തുടക്കം വരുന്നുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ ഓൾറെഡി കുറേ വെയിറ്റ് ചെയ്ത് സമയം വേസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും നിങ്ങൾക്ക്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു എന്തോ ശരിയാവും എന്ന്. പക്ഷെ അത് ശരിയായിട്ടില്ല. അപ്പോൾ അതിൽ നിങ്ങൾ കുറേ സമയം സ്പെൻഡ് ചെയ്തു, കുറേ നിങ്ങളുടെ സമയം പോയി. കാര്യങ്ങൾ കുറേ സ്ലോ ആയിട്ടാണ് മുമ്പോട്ടേക്ക് പോകണത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവും. എന്താ വെച്ചാൽ ഒന്നും ഇപ്പോൾ നടക്കണില്ല, ഒന്നും മുമ്പോട്ടേക്ക് പോകണില്ല, ചാലഞ്ചസ് കുറേ ഉണ്ട്, വെയിറ്റ് ചെയ്യാൻ കുറേ ഉണ്ട്. ഇതൊക്കെ ഉണ്ടാവുമ്പോൾ കുറച്ചൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. അതാണ് യൂണിവേഴ്സിറ്റിയുടെ അഡ്വൈസ് തരണത്. എന്താ വെച്ചാൽ മെൻ്റലി, ഇമോഷണലി കുറച്ച് നിങ്ങൾക്ക് സ്ട്രോങ് ആവേണ്ട ആവശ്യമുണ്ട്. എന്താ വെച്ചാൽ ഇമോഷണലി നിങ്ങൾ കുറേ വൾനറബിൾ ആയിട്ടാണ് ഫീൽ ചെയ്യണത്. ഇമോഷണലി കുറേ പേടി, ആങ്സൈറ്റി അതൊക്കെയാണ് കാണുന്നത്.
അതിൻ്റെ കാരണം നിങ്ങൾക്ക് കാര്യങ്ങൾ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഒരു ധൈര്യമല്ല മുമ്പോട്ടേക്ക് പോവാൻ. ഇവിടെ 8 ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക. പറഞ്ഞാൽ റിലേഷൻഷിപ്പിലല്ല എഫേർട്ട് ഇടേണ്ടത്, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ എഫേർട്ട് ഇടുക. കാര്യങ്ങൾ വർക്കൗട്ട് ആവും, മുമ്പോട്ടേക്ക് പോവും, എല്ലാം ശരിയാവും. ഓക്കെ, നൈറ്റ് ഓഫ് സോഡ്സ് ഇവിടെ എന്തോ ഒരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട്. അതിപ്പോൾ ഉടനെയാണ് വരിക, ജൂലൈയിൽ തന്നെ. അത് വരുമ്പോൾ നിങ്ങൾക്ക് ഉടനെ ഒരു ഡിസിഷനും എടുക്കേണ്ടി വരും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് റെഡി ആവാനാണ് യൂണിവേഴ്സ് പറയണത്. ഇപ്പോൾ കാര്യങ്ങൾ വേഗം വേഗം മുമ്പോട്ടേക്ക് പോവാൻ തുടങ്ങും. നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടറിൽ ഞാൻ കാണുന്നത് 7 ഓഫ് കപ്സ് ആണ്. കുറേ കൺഫ്യൂഷൻ ഉണ്ട് ഈ മാസം. മനസ്സിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. ക്വീൻ ഓഫ് സോഡ്സ്, ക്ലാരിറ്റിയുടെ കുറവുണ്ട്, ഓപ്ഷൻസ് കുറേ ഉണ്ട്. ബട്ട് ഇതൊക്കെ ഒരു ഫേസ് ആണ്. ഇതിപ്പോൾ കഴിയാറായി, ഈ ഫേസ് കഴിയാറായി. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു പുതിയ തുടക്കം വരണു. ഔട്ട്കം നിങ്ങളുടെ 4 ഓഫ് കപ്സ്. അപ്പോൾ ഔട്ട്കമ്മിൽ ഞാൻ കാണുന്നത് നിങ്ങൾ കുറേ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് ഇരിക്കണത്. എന്തെങ്കിലും പുതിയത് വരുമ്പോഴും ഒരു എക്സൈറ്റ്മെൻറ്റ് ഇല്ല, ഇൻട്രസ്റ്റ് ഇല്ല. എന്താ വെച്ചാൽ നിങ്ങൾ എവിടെയോ ഗിവ് അപ്പ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ലൈഫിലൊന്നും ശരിയാവണില്ല, കുറേ നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്. അപ്പോൾ അതിനെ മാറ്റി കളയാമെന്നാണ് പറയണത്. എന്താ വെച്ചാൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു പുതിയ തുടക്കമുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണ പോലെ തന്നെ ഒരു സംഭവം ഉണ്ടാവാൻ പോകുന്നുണ്ട്. അത് മാത്രമല്ല 6 ഓഫ് കപ്സ് നിങ്ങളുടെ പാസ്റ്റിൻ്റെ എന്തോ ഒരു പേഴ്സൺ ഇല്ലൊരു സിറ്റുവേഷനെ നിങ്ങൾ കുറേ മിസ് ചെയ്യണു. പാസ്റ്റിനെ നിങ്ങൾക്ക് വിട്ട് മുമ്പോട്ടേക്ക് പോകാനുള്ള പ്രശ്നമാണ് ഇവിടെ കാണുന്നത്. ബട്ട് നിങ്ങൾക്ക് ഡിറ്റാച്ച് ആവണം, കുറച്ചൊരു ഇമോഷണലി അല്ല, ഈ മാസം പ്രാക്ടിക്കലി വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ. എന്താ വെച്ചാൽ ഇവിടെ പ്രാക്ടിക്കലായി ഡിസിഷൻ എടുത്താലേ നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യാൻ നോക്കുക ടോറസ്. എന്താ വെച്ചാൽ നിങ്ങളുടെ ഫ്യൂച്ചർ കുറേ ബ്രൈറ്റാണ്. ഓക്കെ, അപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യരുത്. പാസ്റ്റിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഫ്യൂച്ചർ നമ്മളുടെ ബ്ലോക്ക് ആവും, അറ്റ്ലീസ്റ്റ് ഈ കാര്യത്തിൽ, ഈ സിറ്റുവേഷനിൽ. ഇവിടെ റെയിൻബോ വന്നിട്ടുണ്ട്, എൻലൈറ്റൻഡ്, അഡാപ്റ്റബിൾ, സോൾഫുൾ, കണക്റ്റഡ്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ അഡാപ്റ്റബിൾ ആവുക. ഓക്കെ, കാര്യങ്ങൾ മാറുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ അഡാപ്റ്റ് ചെയ്യുക ആ സിറ്റുവേഷനിൽ, ഫ്ലെക്സിബിളായിട്ട് മൂവ് ഓൺ ചെയ്യുക, ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മൂവ് ഓൺ ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ മെസ്സേജ് ഈ മാസം ടോറസ്. ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് ആണ്. അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.